ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇസബെല്ല വിറ്റ്നിയുടെ സ്വീറ്റ് നോസ്ഗേ ഓർ പ്ലസൻറ്റ് പോയസി ആ ഒരു വർക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇസബെല്ല വിറ്റ്നിയെക്കുറിച്ച് നോക്കാം. ഇസബെല്ല വിറ്റ്നിയുടെ ലൈഫിനെ കുറിച്ച് വളരെയധികം ഇൻഫർമേഷനൊന്നും ഇല്ല. മോസ്റ്റ് വുമൺ റൈറ്റേഴ്സ് ഓഫ് ഹർ ടൈം അതുപോലെ തന്നെ അവരെയും ഈ സ്കോളേഴ്സ് ആ സമയത്ത് നെഗ്ലക്റ്റ് ചെയ്തിരുന്നൊരു റൈറ്ററാണ്. ആൻഡ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറയുന്നത് ഡിക്ഷണറി ഓഫ് നാഷണൽ ബയോഗ്രഫി. സോ ഇസബെല്ല വിറ്റ്നി അതായത് നമുക്ക് അവരെ വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇംഗ്ലീഷ് വുമൺ റൈറ്റർ എന്ന് നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ സെക്യുലർ പോയട്രി എഴുതിയ ഒറിജിനൽ സെക്യുലർ പോയട്രി എഴുതി സ്വന്തം പേരിൽ പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഇംഗ്ലീഷ് വുമൺ എന്ന് നമുക്ക് അങ്ങനെയാണ് അവർ അറിയപ്പെടുന്നത്. അത് റെനസൻസ് പീരീഡിലാണ് ഇവർ പബ്ലിഷ് ചെയ്തത്. 2 ഷോർട്ട് ആന്തോളജീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അവർ. ആൻഡ് അതിലൊരെണ്ണം ദ കോപ്പി ഓഫ് എ ലെറ്റർ, രണ്ടാമത്തതാണ് എ സ്വീറ്റ് നോസ്ഗേ. അത് 1573 സ്വീറ്റ് നോസ്ഗേ എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ സ്വീറ്റ് നോസ്ഗേ എന്നുള്ള വർക്കിനകത്ത് പ്രോസും ഉണ്ട്, പൊയറ്റിക്കായിട്ടും പ്രൊസൈക്കായിട്ടുമാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഓട്ടോബയോഗ്രഫിക്കൽ നറേറ്റീവാണ്. അപ്പോൾ ഈ 2 വർക്ക്സും, അതായത് സ്വീറ്റ് നോസ്ഗേ ആണെങ്കിലും ദി കോപ്പി ഓഫ് എ ലെറ്റർ എന്നുള്ളതാണെന്നുണ്ടെങ്കിലും വിറ്റ്നി എന്നുള്ള റൈറ്ററിനെ കുറിച്ച് നമുക്കൊരു അൺകൺവെൻഷണൽ വുമൺ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ. ആൻഡ് ഇതിനകത്തുള്ള നമ്മുടെ ഈ പോയത്തിനകത്തുള്ള സ്റ്റാൻസാസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർ ഹ്യൂജ് പ്ലാറ്റ് എന്ന് പറയുന്ന, അതായത് പ്ലാറ്റ് PLAT പ്ലാറ്റ് എന്നുള്ള ഒരു റൈറ്ററിൻ്റെ പ്രോവേർബ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പ്രോവേർബ്സിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഇവരൊരു പൊയറ്റിക്കലായിട്ടുള്ള രീതിയിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഇസബെല്ല വിറ്റ്നി. അതായത് ഹഗ് പ്ലാറ്റ് അല്ലെങ്കിൽ ഹ്യൂ പ്ലാറ്റ്. ഓക്കെ, HUGH PLAT. സോ അദ്ദേഹത്തിൻ്റെ ഒരു വർക്കായിട്ടുള്ള ദ ഫ്ലവേഴ്സ് ഓഫ് ഫിലോസഫി എന്നുള്ള വർക്കിനകത്ത് നിന്ന് കുറച്ച് സ്റ്റാൻസാസ് എടുത്തിട്ട് എന്ത് ചെയ്തു, അതിനെ കുറച്ച് പൊയറ്റിക്കായിട്ടൊക്കെ എഴുതി, കുറച്ച് ഷേപ്പൊക്കെ ചെയ്ത്, കുറച്ച് ഗാർഡനിങ് ഒക്കെ ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. കുറച്ച് ഷേപ്പൊക്കെ ചെയ്ത് റീഷേപ്പൊക്കെ ചെയ്ത് വേറൊരു രീതിയിലാക്കി എടുത്തേക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ലൈൻസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വർക്കിൽ നിന്നാണ് ഈ ഒരു പോയത്തിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വർക്കിനകത്ത് ഇസബെല്ല വിറ്റ്നി എടുത്തിരിക്കുന്നത്. അത് 1573 പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വീറ്റ് നോസ്ഗേ എന്നുള്ള വർക്ക്. ആൻഡ് ഈ പ്ലാറ്റ് എന്നുള്ള മനുഷ്യൻ പ്രോവേർബിൻ്റെ രൂപത്തിലാണ് ഈ ഒരു വർക്ക് എഴുതിയിരുന്നത്, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വർക്ക് എഴുതിയിരുന്നത്. ആ പ്രോവേർബ്സിനെ എല്ലാം എടുത്തിട്ട് ഇവർ കുറച്ചും കൂടി പൊയറ്റിക്കലായിട്ടുള്ള രീതിയിൽ എഴുതി. അതെല്ലാം പ്രോസ് മാക്സിംസ് ആണ്, പ്രോവേർബ്സ് അല്ലെങ്കിൽ പ്രോസ് മാക്സിംസ് ആണ്. ആ പ്രോസ് മാക്സിംസിനെ ഇവർ 4 ലൈൻ പൊയറ്റിക് സ്റ്റാൻസാസ് ആക്കി എടുത്ത് പോപ്പുലർ ആക്കി എഴുതി. ആൻഡ് ഈ പ്രോവേർബ്സിനെ നമ്മൾ വിസ്ഡം ഓഫ് ദി ഏജസ് എന്നാണ് വിളിക്കുന്നത്. അതായത് ഒരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകൾ പാലിക്കേണ്ട മോറൽ അല്ലെങ്കിൽ സോഷ്യൽ കോഡ്സ് എന്തൊക്കെയാണ് എന്നാണ് ആ വർക്കിനകത്ത് ഈ ഹ്യൂ പ്ലാറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയിരിക്കുന്നത്. ആ പ്രോവേർബ്സിനെ എടുത്തിട്ട് ഇവർ കുറച്ച് ഓട്ടോബയോഗ്രഫിക്കലാക്കി മാറ്റി ഇവരുടേതായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ എഴുതി അങ്ങനെ ഒന്ന് ഷേപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ. ആൻഡ് അപ്പം പ്ലാറ്റിൻ്റെ ആ ഒരു പ്രോവേർബ്സിനെ എല്ലാം 4 ലൈൻ പൊയറ്റിക് സ്റ്റാൻസസ് ആക്കി മാറ്റി പോപ്പുലറൈസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇസബെല്ല വിറ്റ്നി എന്ന് പറയുന്നത്. സോ പ്ലാറ്റിൻ്റെ പ്രോവേർബ്സ് എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് വിസ്ഡം ഓഫ് ദി ഏജസ് എന്നാണ്. അപ്പോൾ അത് മോറൽ ആൻഡ് സോഷ്യൽ കോഡ്സ് ഓഫ് ദ പീരീഡ്, ആ സമയത്തുണ്ടായ സൊസൈറ്റിയുടെ മോറൽ അല്ലെങ്കിൽ സോഷ്യൽ കോഡ്സ് ആണ്, ഒരു ഉപദേശം പോലാണ് പ്ലാറ്റ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ പ്രോവേർബ്സ് എഴുതിയിരിക്കുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു പൊയറ്റിക്കലായിട്ടുള്ള രീതിയിൽ ആരെഴുതി വെച്ചേക്കാണ്, ഇസബെല്ല വിറ്റ്നി എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇസബെല്ല വിറ്റ്നിയുടെ ഫേമസ് വർക്ക്സിനകത്തുള്ള തീംസ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ട്രൂ ഫ്രണ്ട്ഷിപ്പ്, പിന്നെന്താണ് ഈ മെറ്റീരിയൽ വേൾഡിൻ്റെ അടുത്തുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, അതിൻ്റെ ഒരു ഡേഞ്ചർ, ഇതൊക്കെയാണ് ഇതിനകത്ത് തീംസ് ആയിട്ട് വരുന്നത്. ആൻഡ് നമുക്ക് ഓരോ സ്റ്റാൻസ നമുക്കിപ്പോൾ പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ, അതായത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റാൻസ 36, സ്റ്റാൻസ 52, സ്റ്റാൻസ 63, സ്റ്റാൻസ 76, സ്റ്റാൻസ 97, സ്റ്റാൻസ 106ഉം 108ഉം ആണ്. ഓക്കെ. ഇവിടെ നോസ്ഗേ എന്ന് പറയുന്ന മീനിങ് എന്താണ്, നമ്മുടെ ടൈറ്റിൽ ഉണ്ടല്ലോ സ്വീറ്റ് നോസ്ഗേ. നോസ്ഗേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആണ് കേട്ടോ, പൂക്കളുടെ ഒരു ബഞ്ചിനെയാണ് നമ്മൾ നോസ്ഗേ എന്ന് പറയുന്നത്. അതായത് സ്വീറ്റ് സെൻറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ് നോസ്ഗേ എന്ന് പറയുന്നത്. അതായത് മൂക്കിന് ഹാപ്പിനെസ് കൊടുക്കുന്ന ഫ്ലവേഴ്സ്, അതായത് നല്ല സ്വീറ്റ് സെൻറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് സ്റ്റാൻസ 52 വെച്ചിട്ടാണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് കേട്ടോ. 52 അല്ല 36 വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 36 സ്റ്റാൻസ എന്താണെന്ന് വെച്ചാൽ ദോസ് സ്ട്രോക്സ് വിച്ച് മേഡ്സ് ഇൻ മെർത്ത്, അവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റാൻസ 4 ലൈൻ സ്റ്റാൻസാസ് ആക്കി മാറ്റിയിരിക്കുകയാണ് അവർ. ആ 4 ലൈൻ സ്റ്റാൻസയുടെ ഒരു മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ
ആക്ഷൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആക്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഓരോരുത്തരുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആക്ഷൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ ഹാംലെസ് ആയിട്ട് തോന്നുമെങ്കിലും, അല്ലെങ്കിൽ നമ്മളത് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കുമെങ്കിലും ചില സമയത്ത് അതിനൊരു വല്ലാത്ത കോൺസിക്വൻസസ് കാണും, അല്ലെങ്കിൽ അതിനൊരു വല്ലാത്ത ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റിംഗ് മാർക്സ് നമ്മുടെ മൈൻഡിൽ കാണും. അതായത് ആക്ഷൻസ്, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ ആക്ഷൻസ്, ഫ്രണ്ട്സ് ആവാം, ഫാമിലി ആവാം, ആരുടെ വേണമെങ്കിലും ആവാം, ഈവൻ നമ്മുടേത് തന്നെയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ തമാശയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഈ ഒരു സ്ട്രോക്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ ഹാംലെസ് ആയിട്ടുള്ള ആക്ഷൻസ്, അത് ഫിസിക്കലും ആവാം, മെറ്റഫോറിക്കലും ആവാം. ആൻഡ് അത് ഫണ്ണായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെങ്കിലും ഡീപ്പർ ആയിട്ടുള്ള ഇമോഷണൽ അല്ലെങ്കിൽ ഫിസിക്കൽ സ്കാർസ് ആയിരിക്കും നമുക്ക് തരുന്നത്. അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ മൈൻഡിലും അല്ലെങ്കിൽ ഫിസിക്കലിയും കൊണ്ട് തരുന്നത്. സോ പിന്നെന്താണ്, ഈ ലൈറ്റ് ഹാർട്ടഡായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കാണുമ്പോൾ ലെസ് സീരിയസ് ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ഇതാണ് ആ സ്റ്റാൻസ 36 വരുന്നത്. അടുത്തത് സ്റ്റാൻസ 52 ആണ്. അപ്പം ഹീ ദാറ്റ് ഇസ് വോയിഡ് ഓഫ് എനി ഫ്രണ്ട്, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും ഇസബെല്ല വിറ്റ്നി എംഫസൈസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. അതായത് ഒരു പേഴ്സൺ വിത്തൗട്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സോളിറ്ററി ട്രാവലർ പോലാണ്. അതായത് ഏകാന്തനായ ഒരു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ലോൺലി ആയിട്ടുള്ളൊരു ട്രാവലർ പോലെയാണ്, ഒരു യാത്രക്കാരൻ പോലെയാണെന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാട്ടിലോ അല്ലെങ്കിൽ വളരെ വൈൽഡ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായി പോകില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ജേർണി ആയിരിക്കും. നമുക്ക് ലൈഫ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് വിൽഡേർനെസ് ആണ്. സോ അവിടെ ഒറ്റയ്ക്ക് നമ്മൾ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സും കൂടി ഇല്ലെങ്കിൽ ആ ഒരു ജേർണി എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഡേഞ്ചറസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് ഓഫ് വിൽഡേർനെസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഐസൊലേഷൻ അല്ലെങ്കിൽ ചലഞ്ചസ് ആണ്. അത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കമ്പാനിയൻഷിപ്പോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഇല്ലാതെ നമുക്ക് ഒരിക്കലും അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മറികടക്കാൻ പറ്റുകയില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, ദേ ആർ എസെൻഷ്യൽ. ആൻഡ് എന്തോത്തിന് വേണ്ടിയാണ്, ഈ ലൈഫിലുള്ള ഡേഞ്ചേഴ്സ് ആൻഡ് കോംപ്ലക്സിറ്റീസിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫ്രണ്ട്സ് അത്യാവശ്യമാണ്. അതാണ് സ്റ്റാൻസ 52. സ്റ്റാൻസ 63 ആണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാൻസ 53, ഈച്ച് ലവർ നോവത്ത് വാട്ട് ഹി ലൈക്സ്, അതാണ്. ഈ സ്റ്റാൻസ അഡ്രസ്സ് ചെയ്യുന്നത് ലവിൻ്റെ നേച്ചറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഡിസയറിനെ കുറിച്ചുമാണ്. ലവ് ആൻഡ് ഡിസയർ. വിറ്റ്നി പോയിന്റ് ഔട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, while people often know what they want or desire in love, they rarely understand what they truly need. അതായത് ഇപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ, ഏതൊരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഏതൊരാളെയോ, ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നിരിക്കട്ടെ, നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണെന്ന് വിചാരിച്ചോ, നമ്മൾ ഒരാളെ നല്ല രീതിയിൽ സ്നേഹിക്കുകയാണോ, ഓക്കെ. സോ അത് നമ്മൾ വിചാരിക്കും ഓക്കെ നമുക്ക് അയാളെയാണ് വേണ്ടത്, നമുക്ക് ഇന്ന കാര്യങ്ങൾ വേണം, അയാളോട് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ട്രൂ ആയിട്ടുള്ള ഒരു നീഡ് എന്താണെന്ന് നമ്മൾ ഒരിക്കലും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇഫ് വി ഫോൾ ഇൻ ലവ് വിത്ത് എ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ദ ട്രൂ മീനിങ് ബിഹൈൻഡ് ഓൾ ഓഫ് ദിസ്, അല്ലെങ്കിൽ വാട്ട് വി ട്രൂലി നീഡ് എന്നുള്ളത് അപ്പോഴും നമുക്കറിയത്തില്ല. അതാണ് ആഫ്റ്റർ മാരേജ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പേഴ്സണൽ നമ്മൾ എന്ത് കണ്ടിട്ടാണ് സ്നേഹിക്കുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് പോയി നിന്ന് പോകും. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രൂ ലവ് എല്ലാവർക്കും ഡിസയറും ലവും ഒക്കെ കാണും, പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല വാട്ട് ദേ ട്രൂലി നീഡ് എന്നുള്ള കാര്യം. പിന്നെ ഈ ഡിസയർ എന്ന് പറയുന്നതും ട്രൂ നീഡ്സ് എന്ന് പറയുന്നതും അത് തമ്മിലുള്ളൊരു ഡിഫറൻസിനെയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസയർ എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഫ്ലീറ്റിംഗ് ആണ്, അത് ചേഞ്ചിങ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത് ചേഞ്ചിങ് ആണ്, അത് ഫേക്ക് ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി സൂപ്പർഫിഷ്യലാണ്. ട്രൂ നീഡ്സ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഡീപ്പറാണ്, കുറച്ചും കൂടി സസ്റ്റെയിനിങ് ആണ്. അത് എന്ന് വെച്ചാൽ നിലനിൽക്കുന്നതാണ് എന്നും. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഡിസയർ ആണോ ഈ ലവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ട്രൂ നീഡാണോ ഇയാളെന്ന് പറയുന്നത്, ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കി ജീവിക്കുക. പിന്നെ ഇനി അതുപോലെ തന്നെ ലവേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ട്രൂ നീഡ്സ് എന്താണെന്ന് ചിലപ്പോഴേ അല്ലെങ്കിൽ സെൽഡം മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണെന്നാണ് ഇസബെല്ല വിറ്റ്നി പറയുന്നത്. ഇനി അടുത്ത എന്ന് പറയുന്നത് സ്റ്റാൻസ 63 ആണ്. അതായത് എഫെക്ഷൻ ഫോണ്ട് ഡിസീവ്സ് ദ വൈസ്. അത് അപ്പോൾ ഇവിടെയും ലവിൻ്റെ പവറിനെ കുറിച്ചും അഫെക്ഷനെ കുറിച്ചുമാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരാളെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അയാളുടെ നെഗറ്റീവ്സ് എല്ലാം നമ്മൾ ആദ്യം തന്നെ അങ്ങ് ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യും. അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ ശരിക്കും പറഞ്ഞാൽ ക്ലൗഡ് ചെയ്യുന്നതാണ്.
അതായത് നമ്മളിപ്പോൾ അയാൾ എങ്ങനെയാണ് നമ്മളതൊന്നും ചിന്തിക്കത്തില്ല. നമ്മൾ ആ ഒരു സമയത്തെന്ന് പറയുമ്പോൾ ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും കേട്ടോ, നമ്മൾ അത് ലവിൻ്റെ ആ ഒരു പേരും പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അല്ലാതെ തന്നെ കൈൻഡ് ഓഫ് റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിലും എന്താണ് നമ്മൾ ആ ഒരു ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊന്നും നെഗറ്റീവ്സ് കാണത്തില്ല. അപ്പോൾ അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ബിക്കോസ് ഐ ലവ് ദിസ് പേഴ്സൺ ആയതുകൊണ്ട് ഐ ഡോണ്ട് പിന്നെ എന്താ പറയുക നീഡ് ടു നോ അബൌട്ട് ഹിസ് ഓർ ഹർ ഷോർട്ട് കമ്മിങ്സ് അല്ലെങ്കിൽ അബൌട്ട് ഹിസ് ഓർ ഹർ ക്യാരക്ടർ അല്ലെങ്കിൽ ബിഹേവിയർ എന്നാണ് നമ്മളുടെ ഒരു വെപ്പെന്ന് പറയുന്നത്. സോ നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ അത് ക്ലൗഡ് ചെയ്യും. ആ ഒരു അഫെക്ഷൻ എന്ന് പറയുന്നത് എത്ര വയസ്സായിട്ട് പറയുന്ന ആളുകളാണെങ്കിൽ പോലും നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ അത് ബാധിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ലവേഴ്സ് എന്ന് പറയുന്നത് വൈസസ്റ്റ് പീപ്പിളായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം രണ്ട് പേര് തമ്മിൽ ലവ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ലവേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് പേര് തമ്മിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും വൈസസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷേ ഏറ്റവും ഫൂളിഷ് ആയിട്ടായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിന് ഒരു ആളുകളുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ സെൻസ് ഓഫ് സെൽഫ് നഷ്ടപ്പെടുത്താനുള്ള ഒരു എന്താ പറയുക ഒരു റീസണാണ് ലവ് എന്ന് പറയുന്നത്. അതായത് ഒരാളിപ്പോൾ രണ്ട് പേര് തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അവരവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ ഐഡൻറ്റിറ്റിയും സെൽഫും തന്നെ നഷ്ടപ്പെടാം എന്ന് പറയുവാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ആണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടം മറന്ന് മറ്റേയാൾ പറയുന്ന രീതിയിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം വേണ്ടെന്ന് വെക്കാനൊക്കെ മറ്റൊരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കൈൻഡ് ഓഫ് ടോക്സിക് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവിലായിട്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് തന്നെയാണ് പോകുന്നത്. നമുക്ക് അതൊക്കെ നഷ്ടപ്പെടുകയാണെന്നാണ് പറയുന്നത്. അതായത് മിക്കവാറും ഉള്ള റിലേഷൻഷിപ്സിൽ ഇങ്ങനെയാണെന്നാണ് ഇവർ പറയുന്നത്. അതായത് ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മളെന്ന് പറയുന്നത് വി ആർ എൻറ്റയർലി അബ്സോർബ്ഡ് ഇൻ ദ പേഴ്സൺ വി ലവ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയും നമ്മുടെ സെൽഫും എല്ലാം മറക്കും. ഇപ്പം മറ്റേയാൾ ഇപ്പം എന്താ പറയുക ബ്ലാക്ക് ഡ്രസ്സാണ് ഇഷ്ടം അല്ലെങ്കിൽ ബ്ലാക്ക് കളറാണ് ഇഷ്ടമാണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ അങ്ങ് ഇഷ്ടപ്പെട്ട് തുടങ്ങും. അപ്പം നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും ഇഷ്ടം, പക്ഷേ നമ്മുടെ ഐഡൻറ്റിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നതെന്നാണ് പോയിട്ട് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ 76 ആണ്. അപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് നത്തിങ് ഓഫ് ദൈ നെയ്ബർ ദാറ്റ് ദൗ വുഡസ്റ്റ് നോട്ട് ലെറ്റ് ഹിം ഹാവ്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻസ കൺവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മോറൽ ലെസൺ ആണ്. അതായത് എബൌട്ട് ട്രീറ്റിംഗ് അതേഴ്സ് ആസ് യു വുഡ് ലൈക്ക് ടു ബി ട്രീറ്റഡ്. നിന്നെ എങ്ങനെയാണോ അതായത് നിന്നെ എങ്ങനെയാണോ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നീയും മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുക. ആ ഒരു പ്രിൻസിപ്പിളിനെ ഇവിടെ ഗോൾഡൻ റൂളായിട്ടാണ് പറയുന്നത്. ഇസബെല്ല വിറ്റ്നി അഡ്വൈസ് ചെയ്യുവാണ് against asking for or denying things from others that you wouldn't want to be denied yourself. അതായത് ഇപ്പം നമുക്കൊരു കാര്യം, ഇപ്പം നമുക്ക് ഒരു കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു സാധനം കാണുമ്പോൾ അത് വേണം, മറ്റൊരാൾക്കും അത് അല്ലെങ്കിൽ നമുക്കൊരു കാര്യം വേണം. സോ നമ്മുടെ മൈൻഡിൽ അതിൻ്റെ ഒരു ഡിസയർ ഫോം ചെയ്യും അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ വേണം തിരിച്ചും ചിന്തിക്കാൻ. മറ്റൊരാൾക്കും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാം, അങ്ങനെ ഒരു രീതിയിൽ വേണം നമ്മൾ ചിന്തിക്കാൻ. ഇപ്പം നമ്മൾ ഡിനൈ ചെയ്യുന്നൊരു കാര്യമാണെങ്കിൽ മറ്റൊരാൾക്കും അങ്ങനെ ഡിനൈ ചെയ്യേണ്ട ഒരു കുറേ കാര്യങ്ങൾ കാണും. അപ്പം നമ്മൾ അതൊക്കെ ആലോചിച്ച് വേണം നിൽക്കാനെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എമ്പതി ഉണ്ടായിരിക്കണം സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ. അതായത് ആളുകളെ മനസ്സിലാക്കി വേണം നമ്മൾ നിൽക്കാൻ. അതായത് അവർക്കും ഫീലിങ്സ് ഉണ്ടെന്നും അവർക്കും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെന്നും അവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ടെന്നും നമ്മളും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. അതായത് നമ്മളെ എങ്ങനെയാണോ അതായത് ഇപ്പോൾ എനിക്ക് എന്നെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് മറ്റുള്ളവരെ, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. ദെൻ പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 eyes 2 ears എന്നുള്ള ആ ഒരു ലൈനാണ് വരുന്നത്. അത് സ്റ്റാൻസ 106 ആണ്. അപ്പോൾ 2 eyes 2 ears ആൻഡ് ബട്ട് 1 tongue. ഇവിടെ വിറ്റ്നി റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് എന്തുണ്ട്, 2 eyes ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്, പക്ഷെ ഒരു ടങ്ങേ ഉള്ളൂ. അതായത് നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്ത് നല്ല രീതിയിൽ ലിസൺ ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. സ്റ്റാൻസ് അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക കെയർലെസ് ആയിട്ട് സംസാരിക്കുന്നതും അതൊക്കെ അങ്ങ് നിർത്തിക്കൊള്ളാനാണ് പറയുന്നത്. നമ്മൾ ഒബ്സർവ് ചെയ്ത് ലിസൺ ചെയ്ത് ഓരോ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് മീനിങ് ഫുൾ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ദെൻ അടുത്ത സ്റ്റാൻസ എന്ന് പറയുന്ന ഏതാണ് 108 സീക്ക് നോട്ട് ഈച്ച് മാൻ ടു പ്ലീസ് എന്നുള്ളത്. ഫൈനൽ സ്റ്റാൻസയ്ക്കകത്ത് വിറ്റ്നി അഡ്വൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പ്ലീസ് ചെയ്തുകൊണ്ടിരിക്കരുത്. അത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ദൈവങ്ങളാണെങ്കിൽ പോലും എന്താണ്, അതായത് ആ ഒരു നമ്മളിപ്പം വിചാരിക്കുകയോ അവരെങ്ങനെ വെറുപ്പിക്കും, അയ്യോ എങ്ങനെ ഞാൻ നോ പറയും, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല.
അതായത് എല്ലാവരും നമുക്കൊരിക്കലും പ്ലീസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ദൈവങ്ങൾ തന്നെ അവരവരുടെ ഹോളി ബുക്സിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് എന്ത് ചെയ്യണം? വി ഷുഡ് ഫോക്കസ് ഓൺ പ്ലീസിങ് ദോസ് ഹു ആർ വിർച്വസ് ആൻഡ് വേർതി ആയിട്ടുള്ള ആളുകളെ മാത്രം റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലീസ് ചെയ്യുക, അത് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ഡോണ്ട് വറി അബൌട്ട് ദി ഒപ്പീനിയൻസ് ഓഫ് ദി വിക്കഡ്. അതായത് ഈ വിക്കഡ് അല്ലെങ്കിൽ വളരെ കുറച്ച് കണ്ണിങ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പീനിയൻസ് ഒന്നും മൈൻഡ് ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ നമ്മൾ പ്ലീസ് ചെയ്തില്ലെങ്കിൽ ഒന്നും ഹാപ്പൻ ചെയ്യത്തില്ല. സോ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ്, നമ്മുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് വേണം നമ്മൾ ബാക്കിയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യാൻ. അല്ലാതെ നമുക്കൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്രൂവലൊന്നും വേണ്ട. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രം നമ്മൾ റെസ്പെക്റ്റ് എടുക്കുക, നമ്മൾ തിരിച്ചങ്ങോട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഓവറോൾ സമ്മറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ കമൻട്രി പോലാണ്. ഇതൊരു കൈൻഡ് ഓഫ് മോറൽ ഗൈഡൻസ് ആണ് പോയിട്ട് തരുന്നത്. ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ ആയിരിക്കണം, റിലേഷൻഷിപ്സിൻ്റെ കോംപ്ലക്സിറ്റി എങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കാം, ലവിൻ്റെ ഫോളീസ് എന്തൊക്കെയാണ്, ഇമ്പോർട്ടൻസ് ഓഫ് വിസ്ഡം, അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ അതിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ വേർത്ത്നെസ് മനസ്സിലാക്കി നിൽക്കുക. ഇത് ഇത്ര ഇപ്പോഴും റിലവൻ്റ് ആയിട്ടും ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ പോയിട്ട് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയുമ്പോൾ ഇത്രയും സ്റ്റാൻസാസ് ആണ് ഇവിടെ പറഞ്ഞത്. അതിൻ്റെ എല്ലാം എക്സ്പ്ലനേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വിറ്റ്നിയുടെ സ്റ്റാൻസയുടെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ മറ്റേ പ്ലാറ്റ് എന്നുള്ള പോയിറ്റിൻ്റെ പ്രോസ് മാക്സിംസ് അല്ലെങ്കിൽ പ്രോവേർബ്സിനെയാണ് 4 ലൈൻ സ്റ്റാൻസയാക്കി ഇവിടെ മാറ്റിയിരിക്കുന്നത്. ഈ മോസ്റ്റ് ഓഫ് ദി മാക്സിംസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോവേർബ്സ് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ഫോളീസിനെ കുറിച്ചും ഗ്രീഡിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ച് നെഗറ്റീവായിട്ടാണ് പ്ലാറ്റ് പറഞ്ഞു പോയേക്കുന്നത്. ചിലതൊക്കെ എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ലവിനെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞു പോയിരുന്നത്. പക്ഷേ ഇവിടെ പോയിട്ട് പറയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്തിട്ടാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഓക്കെ, 110 സ്റ്റാൻസാസ് ആണുള്ളത്. അതെല്ലാം ബാലഡ് മീറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ABCB എന്നാണ് മീറ്ററിൻ്റെ റൈം സ്കീം വരുന്നത്. പിന്നെ പ്രോവേർബ്സ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഓഫ് ദി 8th സെഞ്ചുറിയിലാണ് വന്നത്, 8ാമത്തെ സെഞ്ചുറിയിലാണ് വന്നത്. മിഡ് 16th സെഞ്ചുറി ആയപ്പോഴത്തേക്കും ഈ മോറൽ സേയിങ്സ് അല്ലെങ്കിൽ പ്രോവേർബ്സ് കുറച്ചും കൂടി പോപ്പുലറൈസ് ആയി. അതായത് ഇറാസ്മസിൻ്റെ വർക്കിൽ നിന്ന് കുറച്ചും കൂടി പോപ്പുലറൈസ് ആയി. അപ്പോൾ എലിസബത്തിൻ്റെ റൂളിൻ്റെ അവിടെയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് വിറ്റി ആയിട്ടുള്ള സ്കോളേഴ്സും റൈറ്റേഴ്സും ഒക്കെ വന്നു. അവരൊക്കെ പ്രോവേർബ്സിൽ എഴുതാനും സംസാരിക്കാനും ഒക്കെ തുടങ്ങി, ഓരോന്നൊക്കെ പുതിയതായിട്ട് ഇൻവെൻറ്റ് ചെയ്യാനും തുടങ്ങി. ഓക്കെ, അപ്പം ഇതിനെ അവർ സ്വീറ്റ് റെലിഷ്ഡ് ഫ്രേസസ് എന്നാണ് വിളിച്ചിരുന്നത് പ്രോവേർബ്സിനെ. അപ്പോൾ പ്രോവേർബ്സിനെ നമ്മൾ പ്ലാറ്റ് പറയുന്നത് എന്താണ്? വിസ്ഡം ഓഫ് ദി ഏജസ് എന്നാണ്. അപ്പോൾ അതിനെ മോറൽ ആൻഡ് സോഷ്യൽ കോഡ്സ് എന്ന് പറഞ്ഞ് അവരങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അതായത് പ്രോവേർബ്സിനെല്ലാം ഒരു കുറച്ച് മൊറാലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ കോഡ്, ഒരു സൊസൈറ്റിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണോ കോഡ്സ്, അങ്ങനത്തുള്ള രീതിയിൽ ഓരോ ഉപദേശം പോലെ പ്രോവേർബ്സിനെ ഇറക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഏർലി 16th സെഞ്ചുറിയിലുള്ള പോയട്രി മോസ്റ്റ് ഓഫ് ദം എന്ന് പറയുന്നത് ഡൈഡാക്റ്റിക് ആയിരുന്നു, അതുപോലെ തന്നെ ഉപദേശങ്ങളായിരുന്നു. അതെന്തിനു വേണ്ടിയാണ്? ഒരു സൊസൈറ്റിയുടെ മൊറാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്തത് ഇങ്ങനെ. ഓക്കെ, ദെൻ അപ്പം ലവ്, ഫ്രണ്ട്ഷിപ്പ്, യൂത്ത് ആൻഡ് ഏജിനെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. പിന്നെന്താ, പ്രോവേർബ്സിനെയാണ് ഇവിടെ പൊയിറ്റിക്കലി മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ട്രൂ ഫ്രണ്ട്സിനെയും ഫോൾസ് ഫ്രണ്ട്സിനെയൊക്കെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന്, നമ്മുടെ ട്രൂ നീഡ്സ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നൊക്കെയാണ് പോയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തരുന്ന വാർണിങ്സ് പോലെയും അഡ്വൈസ് പോലെയൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് നോസ്ഗേ എന്ന് പറയുന്നത് അവർ ഫ്രണ്ട്സിന് വേണ്ടിയും ഫാമിലിക്ക് വേണ്ടിയും സൊസൈറ്റിക്കും വേണ്ടിയൊക്കെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.